ബാക്ക് പെയിൻ മാറി കിഡ്നിയിലെ കല്ല് പുറത്തേക്ക് ചാടിയപ്പോ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എഫക്ട് ചെയ്യും. ഒരു വിശ്വാസം ഇല്ലാതെ വന്ന ട്രീറ്റ്മെന്റ് എടുത്താലും എഫക്ട് ചെയ്യും. പക്ഷെ ക്രോസിംഗ് പാടില്ല. ക്രോസിംഗ് എന്ന് പറയുന്നതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു കുറ്റം പറഞ്ഞാൽ ക്രോസിംഗ്. എന്റെ പേര് റിയാസ്. ഞാൻ ഒറ്റപ്പാലത്ത് വരുന്നത്. ഷുഗറുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കൈകാലി കടച്ചലും കണ്ണിന് പ്രശ്നങ്ങളും തള്ളവരലിന് വേദന എല്ലാം ഉണ്ടായിരുന്നു. വരുമ്പോൾ ഒരു 10-15 വർഷത്തോളമായിട്ട് ഇതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ വന്ന് 2 ദിവസം കൂടുതൽ നല്ല ഉയർന്നുള്ളതായി തോന്നിയിരിക്കും. ഒരു 90-95% കുറവുള്ളതായി അനുഭവപ്പെട്ടു. നല്ലൊരു പ്രസരിപ്പും ഉന്മേഷവും എല്ലാം ഉള്ളതായിട്ട് തോന്നുന്നു. രാജേഷ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അത് ഞാൻ വന്നത് ഈ കൈതരിപ്പായിട്ടാണ് വന്നത്. അതിന് വേണ്ടിയിട്ടാണ് വന്നത്. മെയിനായിട്ട് 1.5 വർഷമായിട്ട് കൈതരിപ്പ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആ കൈതരിപ്പ് ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഇവിടം വരെ വരും, ഇവിടുന്ന് ഇങ്ങോട്ടും അതിന്റെ മേളിലോട്ടൊന്നും വരെ കയറിയിട്ടില്ല. കൈയുടെ ഭാഗം തൊട്ട് ഈ മുട്ടിന്റെ അവിടെ വരെ വരും, മേൽഭാഗം. അത് ഇതുവരെ വന്നിട്ടില്ല. അത് മാറി, പൂർണ്ണമായിട്ടും മാറി. പിന്നെ ചൊറിച്ചിലുണ്ടായിരുന്നു, അതിപ്പോ ചൊറിച്ചിലൊന്നുമില്ല. സ്കിന്നിന്റെ കളറൊക്കെ ചേഞ്ച് ഉണ്ടായിരുന്നു, പക്ഷെ ചൊറിയില്ല. കളർ ചേഞ്ച് മാറി വരണമുണ്ട്. നടുവേദന ഉണ്ടായിരുന്നു, അത് മാറി. മുട്ടിന്റെ സൈഡ് വേദന ഉണ്ടായിരുന്നു, അത് മാറി. 2-3 ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളാണ്. പിന്നെ ഇന്നലെ മുതലാണ്, മെനഞ്ഞാന്ന് വൈകുന്നേരം മുതലാണ് വയറുവേദന. അപ്പാണ് സാറിനെ കണ്ട് സംസാരിച്ചത്. അപ്പൊ കിഡ്നിയിൽ കല്ലിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ മെനഞ്ഞാന്ന് ഒട്ടും ഉറങ്ങിയില്ല. ഇന്നലെ ഉറങ്ങാൻ പറ്റി. ഇവിടെ വന്ന് നീഡിലൊക്കെ വെച്ച് ഒട്ടിച്ചു തന്നു. അപ്പോൾ ആശ്വാസമുണ്ട്. അയാൾക്കുണ്ടായ നടുവേദന കിഡ്നിയിൽ കല്ല് കിടന്നതുകൊണ്ടാവാം. ബാക്ക് പെയിൻ മാറി കിഡ്നിയിലെ കല്ല് പുറത്തേക്ക് ചാടിയപ്പോ കല്ല് പുറത്തേക്ക് ചാടി പുറത്തേക്ക് പറഞ്ഞ ടൈമിൽ പെയിൻ എത്തായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ലോവർ ആക്രമണമായിരുന്നു പെയിൻ. പക്ഷെ ഞാൻ നീഡിൽ കുത്തിയിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു പെയിൻ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു. ലീഫ് നമ്മൾ വെച്ചു, പക്ഷെ കുട്ടികളെ കൂടെ വെച്ചു, ഒന്നും മാറിയില്ല. കുട്ടികളെ കൊണ്ട് നീഡിൽ ഏൽപ്പിച്ചു, മാറിയില്ല. ഞാൻ വന്നിട്ട് ആ നീഡിൽ ഊരിയിട്ട് ഒന്നുകൂടി പെയിൻ മാറി. അപ്പൊ പെയിൻ മാറ്റാനും നമുക്ക് പറ്റും, രോഗത്തെ ചികിത്സിക്കാനും പറ്റും. സത്യത്തിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ഞാൻ വിനോദ് വയനാട്. നടുവേദന, കോൺസ്റ്റിപ്പേഷൻ, സ്ലീപ്പിംഗ് ഡിസോർഡർ ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ അതിനൊക്കെ വലിയൊരളവിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വന്ന് പിറ്റേന്ന് തന്നെ നടുവേദനയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. അതിപ്പം എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരിക്കാം എന്നൊരു കണ്ടീഷൻ ആയി. അത് തന്നെ വലിയൊരു അനുഗ്രഹം. നിസാ സാറിന് നന്ദി. പിന്നെ സ്ലീപ്പിംഗ് ഡിസോർഡർ ആയിട്ട് വേറൊരു കാര്യം, അതെനിക്ക് 1 മണിക്കൂർ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിന് മാറ്റമുണ്ട്. ഇപ്പൊ എത്ര മണിക്കൂർ വേണമെങ്കിലും ഉറങ്ങുന്നതിന് യാതൊരു പ്രശ്നമായി. ഉറക്കം പോയിട്ട് ഇപ്പൊ ഏകദേശം 6 മാസമായി. അതിന്റെ പേഴ്സണലായിട്ട് കുറെ കാരണങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു തെറാപ്പിയിലൂടെ അതൊക്കെ മാറി കിട്ടി. മൊത്തത്തില് എനിക്കൊരു ഉണർവും ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. നിസാ സാറിന് നന്ദി പറയാം.